ശ്രീവാസസ്ഥിരേക്ക് നികുതി കുറയ്ക്കുമെന്ന ചോദ്യത്തിന് എല്ലാ ആഴ്ചയും വില കൂടുകയാണ്, അതുകൊണ്ട് എന്തോ കൺഫ്യൂഷൻ, ഇമ്പാക്റ്റ് പഠിക്കണം എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. വില ഇങ്ങനെ കുത്തനെ കൂടുമ്പോൾ ജനം നട്ടപ്രാന്തെടുത്ത് കഷ്ടപ്പെടും എന്നതിന് അത്രയും പഠനത്തിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. ഏത് സാധാരണ രാഷ്ട്രീയക്കാരന് മനസ്സിലാവുന്ന കാര്യമല്ലേ? കഴിഞ്ഞ സർക്കാർ അടിച്ചേൽപ്പിച്ച 2 രൂപ ഇനിയില്ല എന്ന പ്രഖ്യാപനം നടത്താനുള്ള ബുദ്ധിമുട്ട് എന്താണ്? എന്ത് ഇമ്പാക്റ്റ് പഠനമാണ് ശ്രീ വസന്ത് സിറിയക്? അല്ല, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഏതാണ്ട് 2 ആഴ്ച പിന്നിടുന്നേ ഉള്ളൂ. നിലവിലെ സാമ്പത്തിക അവസ്ഥ എന്താണ് എന്നറിയാൻ വേണ്ടിയാണ് ധവളപത്രം തയ്യാറാക്കുന്നത്. അത് പുറത്തു വരികയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ പുറത്തു നിന്ന് ഖജനാവിൽ പൂച്ച പെറ്റി കിടക്കുന്നുവെന്ന് ഞങ്ങൾ എല്ലാ കാലത്തും പറഞ്ഞവരാണ്. എന്നാൽ പൂച്ചയല്ല അവിടെ പെറ്റി കിടക്കുന്നത്, അവിടെ കാട്ടുപന്നിയാണ് പെറ്റി കിടക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് നമുക്കറിയാം. അപ്പോൾ ആ യാഥാർത്ഥ്യത്തെ കുറച്ചുകൂടി ഒരു ബേസോടുകൂടി അവതരിപ്പിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം, കേരളത്തിൻ്റെ പൊതു മനസാക്ഷിയുടെ മുമ്പിൽ അത് എടുത്തു വെക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. അതിനുകൂടിയാണ് ഞങ്ങൾക്ക് മാൻഡേറ്റ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ ധവളപത്രം വരേണ്ടതായിട്ടുണ്ട്. ധവളപത്രം ഇപ്പോൾ ഡോക്ടർ മേരി ജോർജൊക്കെ ഈ ചർച്ചയിലുണ്ട്, മേരി ടീച്ചറൊക്കെ വ്യക്തമായി പറയും. ഒരു ധവളപത്രം വരുമ്പോൾ സ്വാഭാവികമായും ഖജനാവിൻ്റെ അവസ്ഥ മനസ്സിലാവും, അതാത് വകുപ്പുകളുടെ അവസ്ഥ മനസ്സിലാവും, നമുക്കുള്ള കടം എത്രയാണെന്ന് മനസ്സിലാവും. ആ കടം നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റ് എത്ര ദീർഘദൂര വ്യാപകമാണ് എന്നത് മനസ്സിലാവും. അത് മനസ്സിലാക്കിയ ശേഷം വേണം ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കാൻ. അല്ലാതെ ഒരു ഇമോഷണൽ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഇപ്പൊ കൂടുന്ന കാര്യമല്ല പറയുന്നത്. ഇപ്പൊ ഇന്ധന വില ആഴ്ചയ്ക്ക് മേപ്പോട്ട് കൂടുന്ന കാര്യമല്ല പറയുന്നത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ കൂടിയതിന്റെ കണക്ക് നോക്കി തലപെരുക്കും. ആ കാര്യമല്ല പറയുന്നത്. അതൊന്നും ഇല്ലാതെ 2 രൂപ അധികമായി അടിച്ചേൽപ്പിച്ചു ഇല്ലേ? ആ 2 രൂപ കട്ട് ചെയ്താൽ തന്നെ 10,500 രൂപ കൂടി ലാഭം ഇപ്പോഴുണ്ട്. എങ്ങനെ ഈ പറയുന്ന ഇപ്പോൾ ആഴ്ചക്കാഴ്ച കൂടുന്നതിൽ സംസ്ഥാന ഖജാനയിലേക്ക് കൂടി ആ അധിക നികുതിയുടെ ഇമ്പാക്റ്റ് വന്ന് വീഴുന്നുണ്ട്. ആ 2 രൂപ ഒരു സങ്കീർണതയല്ലാതെ എടുത്തു കളയാം. എടുത്തു കളഞ്ഞ് ആവശ്യപ്പെട്ടവരാണ് നിങ്ങൾ. അത് ചെയ്യണ്ടേ വസന്ത്? അല്ല, നോക്കൂ ഹാഷ്മി, ഇപ്പം നമ്മൾ വിലക്കയറ്റത്തെ നമുക്ക് പെട്രോൾ വില എടുത്തു മാറ്റിക്കൊണ്ട് മാത്രമല്ല എന്ത് ചെയ്യാൻ പറ്റുക, ഡിഫെൻഡ് ചെയ്യാൻ പറ്റുക. വിലക്കയറ്റം സർവ്വവ്യാപിയായി മാറിയിരിക്കുകയാണ്. ഏകദേശം ഈ പറയുന്ന പെട്രോൾ ഡീസൽ പ്രൈസ് ഹൈക്ക് മാത്രമല്ല, നമുക്ക് ഇപ്പോൾ 10 രൂപയ്ക്ക് പെറോട്ട കഴിച്ചിരുന്നിടത്ത് ഇന്ന് 15 രൂപ കൊടുക്കണം അല്ലേ? ഒരു ചായക്ക് 15 to 20 രൂപയാണ് സാധാ കടകളിലേക്ക് വർദ്ധിച്ച്. 5 രൂപയുടെ വർധനവ് ഒരു ചായക്ക് പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ പെട്രോൾ വിലയിലൊരു സെസ്സിലൊരു മാറ്റം ഉണ്ടാക്കിയത് കൊണ്ട് പെട്ടെന്നൊരു മാറ്റം, ഒരു ഡയറക്റ്റ് ഇമ്പാക്റ്റ് അത് ജനത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ തക്ക മണ്ടത്തരം ഏതായാലും തോമസ് ഐസക്കിന്റെ ഭാഷയിൽ പറഞ്ഞാൽ UDF ഗവൺമെന്റിന് ഇല്ല. ഞങ്ങളെ സംബന്ധിച്ച് അതിന് മാർക്കറ്റ് ഇന്റർവെൻഷൻ ആണ് ആവശ്യം എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ.